ഹായ്, ഞാൻ സ്മൈൽ ഫ്രം വൈറ്റ് ബക്സ്. ഇന്ന് മണി മാനേജിങ് സ്കില്ല്, ഹൗ ടു മാനേജ് യുവർ മണി, എങ്ങനെയാണ് നമ്മുടെ സമ്പത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പണത്തെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്കിൽസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു മേഖലയിലായാലും, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളായാലും, നമ്മളൊരു ജോലി ചെയ്യുന്ന ആളായാലും, ഒരു സ്റ്റുഡൻ്റ് ആയാൽ പോലും നമ്മൾ വളരെ അത്യന്താപേക്ഷിതമായിട്ട് ആദ്യമായിട്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒരു സ്കില്ലാണ് മണി മാനേജിങ് സ്കില്ല്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സ്കില്ല് നേടിയെടുക്കാനും ഇത് വളർത്തിയെടുക്കാനും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് നമ്മൾ ആദ്യം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഇവിടുത്തെ എക്കണോമി അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻസ്, സാമൂഹ്യ സാഹചര്യങ്ങൾ, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റിവെക്കുന്നതിന് പകരം വി ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ പണം മാനേജ് ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വി മസ്റ്റ് ഹാവ് എ പ്ലാൻ. എന്താണ് നമ്മൾ നേടേണ്ടത്? ഒരു സാമ്പത്തികമായ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും എന്തു തന്നെ നമ്മൾ ഉണ്ടായിട്ടും കാര്യമില്ല, എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല, വി മസ്റ്റ് ഹാവ് എ പ്ലാൻ. എങ്ങനെയാണ് വേണ്ടത്, എന്താണ് വേണ്ടത് എന്നുള്ള, ഏതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്കൊരു ഗോള് വെച്ചിട്ട്, ഒരു പ്ലാൻ വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഒരു ബജറ്റ് വേണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് ദ എമൗണ്ട് ഓഫ് മണി, ഇറ്റ് ഈസ് ദ ഹാബിറ്റ്. നമ്മൾ മണി മാനേജ് ചെയ്യുന്ന ഹാബിറ്റാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഇത് വലിയൊരു എമൗണ്ട് ഇല്ല, എനിക്കൊരു ചെറിയ സാലറിയേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റേ ഉള്ളൂ എന്നുള്ളത് പറയുന്നതിന് പകരം, നമുക്ക് ചെറിയൊരു സാമ്പത്തിക അവസ്ഥയായാലും, ചെറിയൊരു സാലറി ആയാലും, ചെറിയൊരു ഇൻകം ആയാലും, പ്രോഫിറ്റ് ആയാലും, നമുക്ക് ഈ ഒരു സ്കില്ല് നമ്മൾ ചെറിയ ലെവലിൽ തന്നെ വളർത്തിയെടുക്കേണ്ടതാണ്. നമുക്കൊരു ഗോൾ വേണം. ഒരു 10 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ, അത് ഓരോ മന്ത് ബൈ മന്തായിട്ട് എന്താണ് നമ്മുടെ ലക്ഷ്യം, അതിനുവേണ്ടി നമ്മൾ ഓരോ മാസവും ഓരോ ദിവസവും എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഗോൾ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. നമുക്ക് വ്യക്തമായ ഒരു ഗോള് സാമ്പത്തികമായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ രണ്ടാമത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം ഈ വിഷയത്തിൽ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സേവ് ചെയ്യണം. സേവ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് എവറി സിംഗിൾ റുപ്പി യു ഏൺ. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ രൂപയുടെയും 10% മിനിമം നമ്മൾ സേവ് ചെയ്യണം. മിനിമം നമ്മൾ സേവ് ചെയ്യണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഡെയിലി സാലറി വാങ്ങുന്ന ഡെയിലി വേജ് വാങ്ങുന്ന ആളായാലും, അതുപോലെ മന്ത്ലി, വീക്ക്ലി അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളായാലും, നമ്മൾ ഏൺ ചെയ്യുന്ന ഓരോ രൂപയിൽ നിന്നും നമ്മൾ അതിൻ്റെ 10% മിനിമം നമ്മൾ മാറ്റി വെക്കണം. വി ഹാവ് ടു പേ അവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമുക്ക് പേ ചെയ്യണം. ഈ ഒരു 10% മിനിമം നമ്മൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളതാണ് നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങൾക്കും ബിസിനസ് കാര്യങ്ങൾക്കും പേഴ്സണൽ കാര്യങ്ങൾക്കും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് മിനിമം ഏത് കണ്ടീഷനായാലും നമ്മളൊരു 10% നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം, 10% നമുക്ക് മാറ്റി വെക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ല് എന്താണെന്ന് വെച്ചാൽ, ഡൈവേഴ്സിഫൈ ചെയ്യണം. ഈ ഒരു ഫണ്ട് നമ്മൾ മാറ്റി വെക്കുന്നത് നമ്മൾ ഡൈവേഴ്സിഫൈ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. വിവിധ ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ, വിവിധ അസറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ജസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രം പോരാ. ഇത് സാമ്പത്തികമായിട്ട് നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക തന്നെ വേണം. ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ, ഡൈവേഴ്സിഫിക്കേഷൻ വളരെയധികം മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മൾ പലപ്പോഴും ഡൈവേഴ്സിഫിക്കേഷൻ കേൾക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഷെയർ മാർക്കറ്റിലെ വ്യത്യസ്ത മേഖലകളിലുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള അഡ്വൈസാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത്. അതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെയർ മാർക്കറ്റിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മോട്ടോർ ഇൻഡസ്ട്രിയിലൊന്ന്, ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലൊന്ന്, ഒരു നമ്മുടെ സാധാ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇതൊരിക്കലും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ല. ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നിൽ തന്നെ വിവിധങ്ങൾ എന്നുള്ളതല്ല. ഡൈവേഴ്സിഫിക്കേഷൻ വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടാവുന്നതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് എ റിസ്കി ബിസിനസ്. ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.
അതുപോലെ തന്നെ നമുക്ക് ലാൻഡ്, അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഓൺ ബിസിനസ്സുകളിൽ, മറ്റുള്ളവരുടെ ബിസിനസ്സുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ് അതുപോലെ തന്നെ ഉള്ള മറ്റ് അസറ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്ത അസറ്റ് കാറ്റഗറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഷെയർ മാർക്കറ്റിൽ തന്നെ വ്യത്യസ്തമായ കമ്പനികൾ നമുക്ക് വാങ്ങുമ്പം ഇതൊരിക്കലും ഡൈവേഴ്സിഫിക്കേഷൻ അല്ല. ഇത് വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ വ്യത്യസ്തമായ അസറ്റുകളിലേക്ക്, വ്യത്യസ്തമായ കാറ്റഗറി ഓഫ് അസറ്റുകളിലേക്ക് നമ്മുടെ ഫണ്ടിനെ, സമ്പത്തിനെ നമ്മൾ മാനേജ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്യണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് കീപ് ട്രാക്ക് ഓർ കീപ് അക്കൗണ്ട്സ്. നമ്മളെ എല്ലാ കാര്യങ്ങളുടെയും അക്കൗണ്ട്സ് സൂക്ഷിക്കണം. നമ്മളൊരു ബിസിനസ്സുകാരനല്ലെങ്കിൽ പോലും, പേഴ്സണലായിട്ടാണെങ്കിൽ പോലും, നമ്മളൊരു സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ പോലും, ചെറിയൊരു ബിസിനസ് ആണെങ്കിലും വലിയൊരു ബിസിനസ് ആണെങ്കിലും നമ്മുടെ വരവിൻ്റെ ചെലവിൻ്റെ കാര്യങ്ങളുടെ അക്കൗണ്ട്സ് നമ്മൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് നോക്കാനും അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനും, കഴിഞ്ഞ 1-2 വർഷത്തെ അക്കൗണ്ട്സ് നോക്കിയിട്ട് നമുക്ക് വരും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ, വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനും ബജറ്റ് ചെയ്യാനും പറ്റും. അത് എങ്ങനെ വന്നു, എവിടെ വന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ് നമ്മൾ ഇതുവരെ ശരിക്കും നമ്മൾ ചിന്തിച്ചതിൻ്റെ ഒരുപാട് അപ്പുറം നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. നമ്മൾ ട്രാക്കായിട്ട് കറക്റ്റായിട്ട് നമ്മൾ അക്കൗണ്ട്സ് സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. മറ്റൊരാളെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമല്ല. വി ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് എവറിത്തിങ്. ദ വേ പൈസയും സമ്പത്തും നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതുപോലെ തന്നെ വി മസ്റ്റ് ഹാവ് എ പ്ലാൻ. ഒരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സേവ് അറ്റ്ലീസ്റ്റ് 10% നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം. മിനിമം 10% നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റണം. വ്യത്യസ്തമായ അസറ്റ് കാറ്റഗറിയിൽ നമുക്ക് നമ്മളായിട്ട് ചിന്തിച്ച് എടുക്കുന്ന, നമ്മളായിട്ട് പഠിച്ചെടുക്കുന്ന, നമ്മളായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഏറ്റവും പ്രധാനപ്പെട്ട 5-ാമത്തെ പോയിന്റ്, അക്കൗണ്ട്സ് സൂക്ഷിക്കണം. വ്യക്തമായി കൃത്യമായി അക്കൗണ്ട്സ് സൂക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും എല്ലാവിധ നന്മകളും ഉയരങ്ങൾ കീഴടക്കാനുള്ള കഴിവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.